ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാൻ പോർക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1.5 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടും കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇനി അത്ര തന്നെ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇറച്ചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ചതച്ചിട്ടത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, സവാളയല്ല. ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതാ കഷ്ണങ്ങളായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇടുന്നു. ഇനി ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ മുളക് പൊടിയെല്ലാം ഇറച്ചിയാലൊന്ന് പിടിക്കുന്നതിനായിട്ട്. ഇതധികം നെയ്യില്ലാത്ത ഇറച്ചിയാണ് ഇവിടെ മേടിക്കുന്നത്, അങ്ങനെയാണ് കിട്ടുന്നത്. അത് നമ്മുടെ നാട്ടിൽ ബീഫ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെയാണ് ഇത് ഇവിടെ പോർക്ക് മേടിക്കുമ്പം കിട്ടുന്നത്. നെയ്യ് അധികമില്ല, നെയ്യുള്ളത് തന്നെ തീരെ കട്ടിയില്ലാത്ത നെയ്യാണ്. നമുക്കിത് അടച്ച് അടുപ്പത്ത് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഈ ഇറച്ചി വേകുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ വരാൻ വേണ്ടി മാത്രമാണ് വെക്കുന്നുള്ളൂ. നമുക്ക് ഇറച്ചി അവിടെ ഇരുന്ന് വെന്ത് വാങ്ങി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ച് കുറച്ച് എണ്ണയിലേക്ക് ഒഴിച്ചു 1 സ്പൂൺ കടുക് ഇട്ട്, ആ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ആ തേങ്ങ പയ്യെ ഒന്ന് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ഇറച്ചിക്ക് ചെറിയുള്ളി എത്ര ഇട്ടാലും നല്ലതാണ്. സവാള ഇടുന്നതിലും നല്ലത് ചെറിയുള്ളിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ ആകണ്ട, ഇതൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇങ്ങനെ വറുത്തിടുന്നത് നല്ലതാണ് കറിക്കകത്ത്. അത് കൂട്ടുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ട്. നമ്മൾ ഇറച്ചിക്കകത്തിട്ട് തേങ്ങാക്കൊത്ത് വേവിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഒരു 1/2 സ്പൂണ് ഗരം മസാല. ഇനി ഒരു 2 സ്പൂണ് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ ഇട്ടിരുന്നതാണ്, എങ്കിലും ഒരു 1/2 സ്പൂണും കൂടെ ഈ മസാലയ്ക്ക് ചേരാൻ കണക്കിന് ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി
യോജിപ്പിക്കുക. ഒന്ന് ആ മുളകിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ആ മസാലയൊന്ന് ഈ ഇറച്ചി കഷ്ണത്തെ പിടിക്കാനായിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ആ മസാല എല്ലാം കറിയിലൊന്ന് കഷ്ണത്തെ പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് എടുക്കാം. അപ്പോഴത്തേന് ആ കറി നന്നായിട്ട് വെന്തിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ആ മൂട തുറന്നപ്പോൾ ഇതാ നന്നായിട്ടും അത് വെന്തിട്ടുണ്ട്. കണ്ടോ, തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. കഷ്ണത്തേലൊക്കെ നമ്മുടെ മസാല നന്നായിട്ടും പിടിച്ചിട്ടുമുണ്ട്. ഇത് കറി നന്നായിട്ടും വെന്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഇളക്കി വരുന്ന ഇത് നന്നായിട്ട് കറുത്ത് വരും. അങ്ങനെ ചെയ്യുന്നില്ല, ഇത് ഞാൻ കറിയായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ പോർക്ക് കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.